കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ് ഈ പെരുമ്പാവൂർ മുൻ എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള ബലാത്സംഗ കേസ്. ഈ കേസിന്റെ നടപടികൾ അത് നെയ്യാറ്റിൻകര അടച്ചിട്ട കോടതിയിൽ നടന്നു വരികയാണ്. അതിനിടയിലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അത് ഈ പരാതിക്കാരി ഉൾപ്പെടെ 4 സാക്ഷികൾ കൂറുമാറിയതായിരുന്നു. ഈ നെയ്യാറ്റിൻകര കോടതിയിലെ വിചാരണക്കിടെയാണ് എൽദോസ് പീഡിപ്പിച്ചിട്ടില്ലെന്ന പരാതിക്കാരി മൊഴി മാറ്റിയത്. ഇതിന് പിന്നാലെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് വേണ്ടി കേസ് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ കുറ്റവിമുക്തനാക്കി നെയ്യാറ്റിൻകര കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എൽദോസിനൊപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴിയും യുവതി മാറ്റിയിരുന്നു. 2022 സെപ്റ്റംബർ 28-നാണ് ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി തിരുവനന്തപുരത്ത് താമസിക്കുന്ന എറണാകുളം പറവൂർ സ്വദേശിനി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. പരാതി പിൻവലിക്കാൻ 30 ലക്ഷം രൂപ എൽദോസ് വാഗ്ദാനം ചെയ്തെന്നൊക്കെയുള്ള വലിയ വിവാദങ്ങൾ അന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കേസിന്റെ മറ്റു നടപടികൾ ഉണ്ടാകുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് തുടർ നടപടികൾ നടത്തിവരികയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അയോഗ്യതയായി ചൂണ്ടിക്കാണിച്ചത് ഈ കേസാണ്.